MSC എൽസ കപ്പൽ അപകടത്തിൽ കപ്പൽ കമ്പനിക്ക് തിരിച്ചടി. 1200 കോടി കെട്ടിവെക്കാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പണം കെട്ടിവെച്ചാൽ കസ്റ്റഡിയിലുള്ള കപ്പൽ വിടാമെന്നും കോടതി ഉത്തരവിട്ടു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, MSC എൽസ കപ്പൽ അപകടത്തിൽ കപ്പൽ കമ്പനിക്കാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. 1200 കോടി രൂപ കെട്ടിവെക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുണിമ, വളരെ സുപ്രധാനമായ ഒരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആലപ്പുഴയിൽ MSC എൽസ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു അഡ്മിറൽ സ്യൂട്ട് ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. ഈ അഡ്മിറൽ സ്യൂട്ട് പരിഗണിച്ചാണ് ഹൈക്കോടതി ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 1200 കോടി രൂപ കെട്ടിവെക്കാനാണ് സർക്കാരിനെ ഇപ്പോൾ കപ്പൽ കമ്പനിയോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു സെക്യൂരിറ്റി തുകയാണ്. അതായത് ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു 9500 കോടി രൂപ സർക്കാർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ നഷ്ടപരിഹാര തുക അത് അത്രയും നൽകാനാവില്ല എന്ന് നേരത്തെ കപ്പൽ കമ്പനി വ്യക്തമാക്കിയിരുന്നു. തുടർന്നൊരു ഉപഹർജി സർക്കാർ കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. ഈ കമ്പനിയുടെ തന്നെ ഒരു കപ്പൽ പിടിച്ചു വെക്കണമെന്നാണ് പറഞ്ഞത്. ഈ നഷ്ടപരിഹാര തുക തരുന്നത് വരെ ഇത് പിടിച്ചു വെക്കണമെന്നൊരു ആവശ്യവുമായി സർക്കാർ കോടതിയെ സമീപിക്കുകയുണ്ടായിരുന്നു. ഒരു ഉപഹർജിയാണ് കോടതി സമർപ്പിച്ചത്. ആ ഉപഹർജിയിലാണ് ഇപ്പോൾ ഈ കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരിക്കുന്നത്. ആ കപ്പൽ, അതായത് പിടിച്ചു വെച്ച കപ്പൽ വിട്ടു നൽകണമെങ്കിൽ 1200 കോടി രൂപ സെക്യൂരിറ്റി തുകയായി നൽകണമെന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാർ സമർപ്പിച്ച ഈ അഡ്മിറാലിറ്റി സ്യൂട്ട് പരിഗണിച്ചാണ് കോടതിയുടെ ഈ ഉത്തരവ്. നേരത്തെ ഈ നഷ്ടപരിഹാരം 9531 കോടി രൂപയാണ് സർക്കാർ ഈ പാരിസ്ഥിതിക ആഘാതം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത്. ഈ നഷ്ടപരിഹാരത്തിൽ കമ്പനി കൃത്യമായൊരു മറുപടി നൽകിയിരുന്നില്ല എന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും അന്ന് ഒരു ഉപഹർജി സർക്കാർ കോടതിയിൽ നൽകുകയായിരുന്നു. അതായത് ഈ കമ്പനിയുടെ മറ്റൊരു കപ്പൽ പിടിച്ചു വെക്കണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. ഒരു ഉപഹർജി അതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കുകയുണ്ടായി. തുടർന്ന് ഈ കപ്പൽ പിടിച്ചു വെക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. ഈ കപ്പൽ കിട്ടണമെങ്കിലാണ് 1200 കോടി രൂപ സെക്യൂരിറ്റി തുകയായി കെട്ടിവെക്കണമെന്നാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ ഉപഹർജിയിൽ ജൂലൈ 7-നാണ് കപ്പൽ പിടിച്ചു വെച്ചത് എന്നതാണ് പറയേണ്ട മറ്റൊരു കാര്യം. എന്തായാലും മെയ് 24-നാണ് കൊച്ചി തീരത്തിന് സമീപം ലൈബീരിയൻ ചെറുകപ്പലായ MSC എൽസ 3 കപ്പൽ മുങ്ങി അപകടമുണ്ടാകുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറ് വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. ഈ അപകടം നടന്നിട്ടുള്ളത് സംസ്ഥാന സമുദ്രാതിർത്തിയിൽ നിന്ന് 14.5 നോട്ടിക്കൽ മൈൽ അകലെ ആയതിനാൽ കേരള സർക്കാരിന് ഈ അഡ്മിറൽ സ്യൂട്ട് സമർപ്പിക്കാൻ അധികാരമില്ലെന്നായിരുന്നു കപ്പൽ കമ്പനിയുടെ വാദം. തുടർന്ന് കപ്പൽ കമ്പനി പറഞ്ഞൊരു കാര്യം 9531 കോടി രൂപയുടെ നഷ്ടപരിഹാരം, സർക്കാർ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം അത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല എന്ന വാദമാണ് കമ്പനി ഉന്നയിച്ചത്. തുടർന്നാണ് സർക്കാർ ഉപഹർജി നൽകിയത്. കമ്പനിയുടെ മറ്റൊരു കപ്പൽ പിടിച്ചു വെക്കണമെന്നൊരു ഉപഹർജി നൽകിയത്. ആ ഹർജി പരിഗണിച്ച് കപ്പൽ പിടിച്ചു വെക്കാൻ കോടതി ഉത്തരവിടുന്നു. എന്തായാലും ഇന്ന് ഈ കപ്പൽ വിട്ടുകിട്ടണമെങ്കിൽ 1400 കോടി രൂപ കെട്ടിവെക്കണമെന്നാണ് ഇപ്പോൾ കോടതി ഇടക്കാല ഉത്തരവായി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അരുണിമ. ശരി, MSC എൽസ കപ്പൽ അപകടത്തിൽ കപ്പൽ കമ്പനിക്ക് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. 1200 കോടി കെട്ടിവെക്കാനാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പണം കെട്ടിവെച്ചാൽ കസ്റ്റഡിയിലുള്ള കപ്പൽ വിടാമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് KC ഉണ്ണികൃഷ്ണനാണ്.